നേരെ ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് നീച്ച് വന്നത്. ബിക്കോസ് വേറൊന്നല്ല, നമുക്കിന്ന് പണിക്ക് പോകണ്ട. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്നങ്ങിട്ട് ഉറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നല്ല, അടിച്ച് നനച്ചങ്ങോട്ട് കുളിക്കുക, തുണി കഴുകുക, അതൊക്കെ അങ്ങോട്ട് കഴുകിയിടുക, പിന്നെ നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കുക്ക് ചെയ്തിട്ട് കഴിക്കുക, എന്നിട്ട് സുഖമായിട്ടിരിക്കുക. ആൻഡ് പ്രോബബ്ലി കുറച്ച് എൻ്റെ ഹോബീസിന് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ അടിച്ച് നനച്ച് കുളിക്കണതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല നിറച്ചങ്ങടെ എണ്ണ തേക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഒലീവ് ഓയിൽ, കുറച്ച് ആൽമണ്ട് ഓയിൽ, കുറച്ച് കാസ്റ്റർ ഓയിൽ, പിന്നെ കുറച്ച് റോസ്മേരി എസൻഷ്യൽ ഓയിൽ. ഇതൊക്കെ കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ചൂടാക്കി വന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വേറൊന്നല്ല, തലയിൽ അങ്ങോട്ട് തേക്കുക. ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടീഷൻസും എടുത്തിട്ട്, ഇപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടേക്ക് എ പാർട്ടീഷൻ, യൂസ് ഒരു ഡ്രോപ്പർ, നമ്മുടെ സീറത്തിൻ്റെ ഒക്കെ ബാക്കി വരില്ലേ, അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യൽ. ഇങ്ങനെ ഐ ഡ്രോപ്പ് ഇറ്റ് അലോങ് ദ ലൈൻ ആൻഡ് ദെൻ ഐ ഡു ദിസ്. ഇത് നമ്മൾ സ്വയം ചെയ്യുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല, പക്ഷേ വേറൊരാളാണ് മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാം നമുക്ക്. ഞാൻ ചെയ്യാറുള്ളതുകൊണ്ട് വൺസ് ഇൻ എ വൈൽ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എല്ലാം ഓർഡർ ചെയ്തിട്ട് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കുള്ളത് സ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുവരും. അതാണ് ഞാൻ ചെയ്യൽ. എന്തെങ്കിലും റോസ്മേരി ഓയിലോ ടീ ട്രീ എസെൻഷ്യൽ, അങ്ങനെ എന്ത് എസെൻഷ്യൽ ഓയിൽ ആണെന്നുണ്ടെങ്കിലും ഒരു കാരിയർ ഓയിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അതേപോലെ തലയ്ക്കും നല്ലതാണ്. തലയിൽ ഇങ്ങനെ സ്ട്രെസ്സൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ അത് നല്ലതാണ്. സോ ഡു ട്രൈ. അപ്പം ഞാൻ ഈ പ്രോസസ്സ് ഒന്ന് തീർത്തിട്ട് ബാക്കി ദിവസത്തേക്ക് കിടക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോൾ എണ്ണ തേച്ചാലും ഡു മസാജ് യുവർ സ്കാൽപ്പ്. വെറുതെ എണ്ണ തേച്ചിട്ട് അങ്ങോട്ട് വിടാൻ പാടില്ല. അപ്പോൾ ഐ യൂസ് ദിസ് തിങ് ഫോർ കൺവീനിയൻസ്. അത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ എണ്ണ കുപ്പിയായിട്ട്, അവിടെ ഇങ്ങനത്തെ എണ്ണയൊന്നല്ല കേട്ടോ, അവിടെ കാച്ചിയ എണ്ണയാണ്. ഇവിടെ പിന്നെ അതിന് വകുപ്പില്ലാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്, ഇങ്ങനത്തെ നുറുങ്ങ വിദ്യകളൊക്കെ. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാച്ചിയ എണ്ണയുടെ കുപ്പിയായിട്ട് ചെന്നങ്ങിട്ടിരിക്കുക. ടി വിയുടെ അവിടെ അമ്മ സോഫയിലിരിക്കും, ഞാൻ നിലത്തിരിക്കും, എന്നിട്ട് അമ്മ അങ്ങോട്ട് മസാജ് ചെയ്ത് തരും. കുറച്ചു നേരം കഴിയുമ്പോൾ പറയും കേട്ടോ, കൈ വേദനയാണ് വയ്യ എന്നൊക്കെ പറയും, പക്ഷെ എന്നാലും ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും. അപ്പം അതൊക്കെ ഒരു പെർക്സാണ്. അപ്പോൾ ഒരു മിനിമം ഒരു 4 മിനിറ്റോ ഒക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഇങ്ങനെ സ്കാൽപ്പിലേക്ക് ബെറ്റർ അബ്സോർപ്ഷൻ നടക്കും, പിന്നെ ഫീൽസ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് കെട്ടി വയ്ക്കുക. ഞാൻ ഏകദേശം ഒരു 1 മണിക്കൂറോളം ഇത് തലയിൽ ലീവ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാൻ ഇത് തീർത്തിട്ട് വരാം. അപ്പം ഞാൻ നല്ല ഒരു ലോങ് കുളി പാസ്സാക്കി കാപ്പി കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ മുഖം കഴുകിയിട്ടില്ല. യെസ്. അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബാത്റൂമിൽ ബാത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാത്ത് ഈ ഒരു 3 ഡിഗ്രി 2 ഡിഗ്രിയിലൊക്കെ കുളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് കുളിച്ച് തല സെപ്പറേറ്റ് കഴുകി മേല് സെപ്പറേറ്റ് കഴുകിയിട്ട് വേഗം ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസായി പോകുന്നല്ലോ, വിറച്ച് ചാവും നമുക്ക്. അപ്പം അവിടെ അങ്ങനെ വിജിലംബിച്ച് മുഖം കഴുകാൻ സാധിക്കില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വിജിലംബിച്ച് മുഖം കഴുകണം താനും. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വന്നിട്ട് മുഖം കഴുകുക. പുറത്തേക്കൊന്നും പോകാനൊന്നുമില്ല. മുഖം വെള്ളമൊഴിച്ച് കഴുകും, അതല്ലാതെ ഒരു ഡീറ്റെയിൽഡ് ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡീറ്റെയിൽഡ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഐ തോട്ട് എൻ്റെ പുതിയ സ്കിൻ കെയർ റുട്ടീൻ എല്ലാവർക്കും കാണിച്ചു തരാം. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇതെടുത്ത് നോക്കുമ്പോൾ
ഇങ്ങനെ നോക്കുമ്പോൾ നീ ഇതൊക്കെയാണല്ലോ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് ഒരു 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 ഓർമ്മ പോലെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം പ്രൊഡക്ട്സ് കാണിച്ചു തരാം. ദിസ് ഈസ് 1, ദിസ് ഈസ് 2, ദിസ് ഈസ് 3 ആൻഡ് ദിസ് ഈസ് 4. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലെൻസിങ് ഓയിൽ. ജസ്റ്റ് ഒന്ന് മുഖം കഴിയിട്ടുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ കുഞ്ഞ് പിമ്പിൾസ്, പിന്നെ എന്തെങ്കിലും സീബത്തിൻ്റെ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം പോകുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം. കേട്ടാ, ഒരു 10-30 സെക്കൻഡ് ഇങ്ങനെ മസാജ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കഴുകിക്കളയുക. ചെറു ചൂടുവെള്ളത്തിൽ ഒരു പ്രാവശ്യം മുഖം കഴുകിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് മുഖം കഴുകുക. സോ സെക്കൻഡ് മുഖം കഴുകുക. അപ്പം നമ്മുടെ വിജിലംബിച്ച മുഖം കഴുകൽ കഴിഞ്ഞിരിക്കുക. കൊളുതിപ്പം എനിക്ക് മൊത്തത്തിൽ ഉണക്കണ്ട, കാരണം എനിക്ക് ടോണർ ഇടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഉണക്കണില്ല. ചെറിയൊരു വെറ്റ്നസ് നിൽക്കുമ്പോഴാണ് നമ്മൾ എല്ലാ പ്രൊഡക്ട്സും എല്ലാ സ്കിൻ കെയറും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതൊരു ഒരു ഒരു ടിപ്പാണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഗൈസ് ഫോളോ ദാറ്റ്, ബട്ട് ഡു റിമെമ്പർ. ഓക്കെ, ഒന്ന് കണ്ട ഒന്നിങ്ങനെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ടോണർ. നിങ്ങളൊരു ടിഷ്യൂലോ അല്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ ഇങ്ങനെ ചെറിയ 2-3 ഡ്രോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ആക്കി ഡാബ് ചെയ്തിട്ട് ഇങ്ങനെ, ഇതാണ് ഐ പ്രിഫർ. ബിക്കോസ് നമ്മുടെ ടിഷ്യൂല് ഇടുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് വേസ്റ്റ് ആവും. എന്തിനാ വെറുതെ പൈസ കൊടുത്ത് വാങ്ങിക്കണ സാധനം നമ്മൾ വേസ്റ്റ് ആക്കണത്? അപ്പം അതുകൊണ്ട് എല്ലാം പോട്ടെ. മുഖം വെളുത്തില്ല, മുഖം നന്നായില്ലെങ്കിലും കയ്യിൻ്റെ അടിയിലും നന്നാവട്ടെ. ടോണറും ഈ പറയുന്ന പോലെ മൊത്തത്തിൽ അങ്ങോട്ട് വരണ്ട് വറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ഇടരുത്. ടോണർ ഒന്നിങ്ങനെ ഒന്ന് സെറ്റിലാകുമ്പോഴേക്കും നമ്മൾ ഇത് എല്ലാ സിറത്തിനെക്കാട്ടും കുറച്ചും കൂടി ലൈറ്റാണേ. ഇത് ഹൈഡ്രേഷൻ തരാനും സ്കിന്നൊന്നിങ്ങനെ ഒന്ന് എന്താ പറയുക, ബാരിയറൊക്കെ ഒന്ന് റിപ്പയർ ആകാൻ വേണ്ടിയിട്ടും നല്ലതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പം നമ്മൾ അതും കഴിഞ്ഞിരിക്കുകയാണ്. കഴുത്തും നമ്മുടെ തലയുടെ ഒരു ഭാഗമാണ്, അതിനെ നമ്മൾ നിരസിക്കരുത്. എൻ്റെ മനസ്സിനെ ചതിച്ചു. ഞാൻ ഇതിലങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ സമ്മതിച്ചില്ല, വഴി തെറ്റി. അപ്പോൾ അതുകൊണ്ട് സ്നെയിൽ എസൻസ് ഇത് ഞാൻ എത്ര നാളോട് ഉപയോഗിക്കുന്നുണ്ട് എനിക്കറിയില്ല, എത്ര നാളാണ്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം നല്ലൊരു ഉഗ്രൻ ചിക്കൻ വറുത്തതും കൂട്ടിയിട്ട് നെയ്ച്ചോറ് കഴിക്കാൻ. അതാണ് എൻ്റെ ഇന്നത്തെ ലക്ഷ്യം. ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ കഴിഞ്ഞു. ഐ പ്രോമിസ് ഓവർ. ഇതോടുകൂടി നമ്മൾ ഈ സ്കിൻ കെയർ നാടകം അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ അതിവിദഗ്ധമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾക്കൊരു ഹെഡ് സ്റ്റാർട്ട് തരാം. ഞാൻ നെയ്ച്ചോറും ഉണ്ടാക്കി, ചിക്കൻ കറിയും ഉണ്ടാക്കി. ഇനി ചിക്കൻ വറുത്തത് മാത്രം ഉണ്ടാക്കാവുള്ളൂ. കാരണം എല്ലാം ഞാൻ എടിപിടിയെന്ന് ചെയ്തു, എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഐ കുക്ക്ഡ് ബോത്ത് ഓഫ് ദം. ഇനി ആകെ കൂടിയിട്ട് നമുക്ക് ചിക്കൻ വറുത്തത് ഉണ്ടാക്കിയാൽ മതി. രണ്ട് ചെസ്റ്റ് പീസ് ഉണ്ട്, അത് നമ്മൾക്ക് പെട്ടെന്ന് വറക്കാം, പെട്ടെന്ന് തിന്നാം. വിശന്നിട്ട് കൊണ്ടുപോകാം. ഈ ചിക്കനൊക്കെ എടുത്ത് ഇട്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ കുടുംബത്ത് വെളുത്തുള്ളി ഇല്ല കേട്ടാ, വെളുത്തുള്ളി തീർന്നു. സാരില്ല, കാരണന്മാരൊക്കെ ഇത് ഉണ്ടായിട്ടാ. അപ്പം നമ്മൾ കുറച്ച് ഹിന്ദി ചതച്ചിട്ടുണ്ട് ആദ്യം. പിന്നെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാശ്മീരി മങ്കിടിയാണ് ഇടാൻ പോണത്. അത് വേറെ ഒന്നല്ല, ഈ മറ്റേ മങ്കിടി, അതായത് സാധാ മങ്കിടി എൻ്റെ അമ്മ പൊടിച്ചു കൊടുത്തയച്ചതാണ്.
എന്തോ എന്നോടെന്തോ വിരോധമുള്ള പോലെയാണ് മുളകിൻ്റെ എരിവ്. അപ്പം അത് കാരണം നമ്മൾ ആദ്യം തന്നെ കളർ മതിയായില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ മുളക് പൊടി വാരിയിടും. വാരിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീരുമാനമായിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് മഞ്ഞൾ ഇതൊക്കെ കുറേശ്ശെ കേട്ടോ, അതൊക്കെ ഒരു ആവശ്യാനുസരണം. ഇതിപ്പോൾ ഇട്ടിട്ട് എനിക്ക് ഇത് മതിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇടും. അല്ലാണ്ട് എനിക്കങ്ങനെ കാണുമ്പോൾ ഒരു ഗുമ്മ വരണം, അതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ചിക്കൻ മസാല, ഒരു തരി പോലും മല്ലിപ്പൊടി, എന്തായാലും വഴിക്ക് പോയി. ഓക്കെ, 2 സ്പൂൺ തൈര് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി മെയിനൊരു സാധനം നമ്മൾ ഇടാൻ മറന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് മറക്കരുത് കേട്ടോ. നമ്മൾ ഇനി കടുക് പറ. ഇതിൽ കുറച്ചൊരു പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൊണ്ട് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവുക. പക്ഷേ ഇന്ത്യയിലുള്ള പെരിഞ്ജീരകത്തിൻ്റെ പൊടി കഴിഞ്ഞു പോയി. ഇനി എൻ്റെ ഒരു പെരിഞ്ജീരകമായിട്ടുണ്ട്, പക്ഷെ അത് പൊടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കണില്ല. ഇനി നമ്മളിതൊരു അരമണിക്കൂർ വെക്കാമെന്ന് ഞങ്ങളോട് പറയും. പക്ഷെ ഞാൻ അത് മിക്കവാറും 10 മിനിറ്റ് വയ്ക്കുള്ളൂ, കാരണം എനിക്ക് വിശക്കുണ്ട്. ഇതങ്ങോട്ട് ഗംഭീരമായിട്ട് വറുത്തെടുക്കുക. ഈ ഒരു വെജിറ്റബിൾ കണ്ട പിന്നെ കോൾറാബി എന്നാണ് പറയുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജിൻ്റെ ഒരു ഫാമിലിയിലുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. വെറും സിമ്പിളാണ്. കുറച്ച് തൈര് എടുക്കുക, അതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോൾറാബിയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇടുക. അപ്പോഴേക്കും നമ്മുടെ സാലഡ് ശരിയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ നല്ല ഭംഗിയുള്ളൊരു പാത്രത്തിലേക്ക് ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് വിളമ്പുക. എന്നിട്ട് നമുക്ക് കാണാനുള്ള സിനിമയുടെ ലിസ്റ്റ് ആലോചിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊഴം കൊച്ചു സന്തോഷങ്ങൾക്കാണ്. അപ്പം ഞാൻ നല്ല സുന്ദരമായിട്ട് ഊണ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങളും ഊണ് കഴിച്ച് റെസ്റ്റ് എടുക്കൂ. അപ്പോൾ വീണ്ടും അടുത്തൊരു കുഞ്ഞു വിശേഷമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.